അണിനിരക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് ഇന്ത്യയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്രവിരുദ്ധ സമീപനം, കേന്ദ്രത്തിനെതിരായിട്ടുള്ള മുന്നേറ്റം ഇന്ന് ജനങ്ങളിൽ വളരെ പ്രകടമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് വിലയിരുത്തലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പരാജയ സമ്മതിക്കൽ തന്നെയാണ്. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റ് നേടും. വൻപിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും, ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് അതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. കേരളത്തിൽ 20-ൽ 20 സീറ്റും 20-20 ഞങ്ങൾ അടിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. UDFന് അനുകൂലമായൊരു തരംഗം കേരളത്തിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ദൃശ്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPMൻ്റെ ചിഹ്നം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റണി ജഗതി ബൂത്തിലേക്ക് വരികയാണ്. അതിന് സഹധർമ്മിണിയുമായി എലിസബത്ത് ആന്റണിയും ഒപ്പമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ജഗതി ബൂത്തിലാണ് അദ്ദേഹം, തിരുവനന്തപുരം ജഗതി ബൂത്തിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. ആഷ്മി, കേരളത്തിൽ ഉടനീളം നമ്മുടെ 20 മണ്ഡലങ്ങളിലും നമ്മുടെ റിപ്പോർട്ടേഴ്സ് ക്യാമ്പ് ചെയ്യുകയാണ്.